എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ കാപ്പിക്കുള്ള കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ക്രിസ്പി ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയുടെ കൂടെയുള്ള കറി മാത്രമേ നിങ്ങളെ ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നുള്ളൂ. അത് നമ്മൾ മുട്ടയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം മുട്ട കൊണ്ടുള്ളൊരു മസാലയാണ് നമ്മൾ കാണിക്കുന്നത്. എൻ്റെ കോഴി ഭയങ്കര ഡിസ്റ്റർബൻസാണ്. കുറേ നേരമായി ഞാൻ വീഡിയോ പിടിക്കാൻ നിൽക്കുന്നു. അപ്പോൾ കൂവിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ക്ഷമിക്കണേ എല്ലാവരും ഒന്ന്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനലൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മുട്ടയാണ്, എൻ്റെ വീട്ടിലെ മുട്ടയാണ്. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ, ഒരു 2 വലിയ സവോള ഇവിടെ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് കഴുകി. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി. മുളക് പൊടി ഇവിടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാറില്ല. പിന്നെ മുട്ട മസാലയാകുമ്പോൾ ഒരു ഇച്ചിരി ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് നല്ലതായതുകൊണ്ട് ഇപ്പം ഞാനത് എടുത്തതേ ഉള്ളൂ. അതുപോലെ വെളിച്ചെണ്ണ ആവശ്യമുണ്ട്, ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ മുട്ട മസാല. പെട്ടെന്നുണ്ടാക്കാം. ചോറിനോ അല്ലെങ്കിൽ പലഹാരങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എടുത്തു വെച്ച സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല. മസാലയ്ക്കകത്ത് മുട്ട അകത്ത് വെച്ച് പൊതിഞ്ഞിരിക്കുന്ന പോലെയാണ് വരുള്ളൂ. വെള്ളമൊന്നും ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല. മുട്ട കറി വയ്ക്കുന്ന പോലെ, മുട്ട റോസ്റ്റ് വയ്ക്കുന്ന പോലെ അല്പം വെള്ളമൊന്നും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. അത് നിങ്ങൾക്ക് വഴിയെ കാണുമ്പോൾ മനസ്സിലാകും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സ്റ്റവ് കത്തിച്ച് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലേക്ക് 1-2 സാധനം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. ഈ മുട്ട നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഈ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഈ വെളിച്ചെണ്ണയിൽ കിടന്ന ഈ മുട്ടയൊന്ന് മുറിച്ചെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് മുറിച്ചെടുക്കാം. ഉപ്പിടുന്നതുകൊണ്ട് തന്നെ മുട്ടയിൽ ഒരിച്ചിരി ഉപ്പ് പിടിക്കും. അപ്പോൾ ഇത് ഏകദേശമൊക്കെ എല്ലാ സൈഡും ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റിയിട്ട് കാണാം. അപ്പം മുട്ട നമ്മൾ ഇവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലേശം വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് കാണാം. നമ്മൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു ആ എണ്ണയിലേക്ക്. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം കൂടെ ഉപ്പും ഇട്ട് എടുത്തു വെച്ച ബാക്കി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ഇപ്പം ഞാൻ തീ കുറച്ചിട്ടിരിക്കുമായിരുന്നു. ഇനി നമുക്ക് തീ കൂട്ടി കൊടുക്കാം. എൻ്റെ ക്യാമറാമാൻ വന്നിട്ടില്ല, അതുകൊണ്ട് വിളിച്ച് മടുത്തു. അപ്പം ഞാൻ തന്നെ വീഡിയോ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിൻ്റെതായ പാഴ്ചകളൊക്കെ ഉണ്ടാകും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. നമ്മളൊരു കയ്യിൽ ഫോണും പിടിച്ച് ഒരു കയ്യിൽ ഇളക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടത്തില്ല. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമുക്ക് ഒരു 5 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മളിത് ചീനച്ചട്ടി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് 5 മിനിറ്റ് ഒന്ന് അടഞ്ഞ് വേകട്ടെ. ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്ക് ഇളക്കിയും കൊടുക്കാം.
നമ്മുടെ സവോള ഏകദേശം വഴന്നിട്ടുണ്ട്. ഞാൻ അടപ്പ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ മുളക് പൊടി നമ്മൾ എടുത്തതിൻ്റെ ഒരു 1/4 ഭാഗമേ ഇട്ടിട്ടുള്ളൂ. നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും 1-2 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇതിനിടയ്ക്ക് നമ്മളൊന്ന് വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് ഉണ്ടാവും. കാര്യം നമ്മൾ ആദ്യം എണ്ണയിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടാണ് മുട്ട വഴറ്റിയത്. അപ്പോൾ ആ എണ്ണയിലേക്കാണല്ലോ നമ്മളിത് ഇട്ടത്. അതുകൊണ്ട് എന്തായാലും ഉപ്പ് പാകത്തിനുണ്ടാവും. പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് പടപടയെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒരു 2-3 മിനിറ്റ് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. നമുക്ക് അടപ്പ് മാറ്റി നമുക്ക് മസാല മൂത്തൊന്ന് നോക്കാം. മസാല എണ്ണയിൽ അങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല മണം അടിക്കുന്നുണ്ട്. സവോളയൊക്കെ നന്നായിട്ട് വാടി ഇതൊക്കെ ആയിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടുത്ത സാധനം ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നുമല്ല, നമ്മുടെ മുരിച്ച് വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലക്കകത്തൊന്ന് നമുക്ക് ഇതിനെ പൊതിയാം. മുട്ട എടുത്ത് വെച്ച ആ പാത്രത്തിൽ അല്പം എണ്ണയുണ്ടായിരുന്നു. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മാത്രം. എന്നിട്ട് നമ്മൾ അതൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കും. അതിന് വേണ്ടിയാണ്. അല്ലാതെ ഇതിനകത്ത് നമ്മൾ വേറെ വെള്ളം ഒഴിക്കുന്നില്ല. നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഈ മുട്ടയുടെ പുറത്തേക്കൊക്കെ നമുക്ക് ഈ മസാല ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കാം. അതാണ് മുട്ട മസാല എന്ന് പറയുന്നത്. ഒന്നുകൂടെ 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് അടപ്പ് മാറ്റി നോക്കാം നമ്മുടെ മുട്ട മസാല എന്തായിരുന്നു. മുട്ട മസാലയിൽ അങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുവാണ്. അപ്പോൾ ആ മസാലയുടെ ഇതെല്ലാം ആ മുട്ടയിൽ പിടിക്കും. കുറച്ച് സവോള ഉണ്ടെങ്കിലേ ഇത് നമുക്കിങ്ങനെ ഇതിനെ ഇങ്ങനെ മൂടി വയ്ക്കാൻ പറ്റുള്ളൂ. ഒന്നുമില്ല, ഒരു സിമ്പിൾ കറിയാണ്. ഇത്രയൊന്നും പറയാനൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ. ഇച്ചിരി നേരം കൂടെ ഇനി തുറന്നിരുന്നോട്ടെ. ഉള്ളി ഒന്നുകൂടെ ഒന്ന് വാടി ആ മുട്ടയുമായിട്ടൊന്ന് ചേർന്നോട്ടെ. ഇപ്പം നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു പാത്രത്തിലെടുത്തിട്ട് കാണാം. നമ്മുടെ മുട്ട മസാല അതാ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി കഴിഞ്ഞു. ആ മസാലയിൽ പൊതിഞ്ഞാണ് മുട്ട ഇരിക്കുന്നത്. മുട്ട നമ്മൾ എണ്ണയിൽ റോസ്റ്റ് ചെയ്തത് കൊണ്ട് പ്രത്യേക രുചിയാണ് ഈ മുട്ട മസാല കഴിക്കാനായിട്ട്. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഇതിലൂടെയൊക്കെ ഞങ്ങളെ അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ ദോശയുടെ കൂടെ ഇതെടുത്തിട്ട് പിന്നെ ഒരു ഷോട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.